ഹായ് ഗായ്സ്, ഇന്ന് നമുക്ക് ഫാഷൻ ക്രോക്കീസ് ബ്രഷ് സ്റ്റാമ്പ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പോസസ് നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും ഗാർമെൻറ്റ് ഡിസൈനിങ്ങിൽ പ്രത്യേകിച്ച് ഡിസൈൻ ചെയ്യുമ്പോഴും ആദ്യം വേണ്ടതാണ് ക്രോക്കീസ് അല്ലേ. അപ്പോൾ ഞാനൊരു കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു 48 hours ചാലഞ്ച് ഉണ്ടായി, എനിക്കൊരു പ്രൊജക്റ്റ് കിട്ടി. 48 മണിക്കൂറിനുള്ളിൽ ഞാനത് സബ്മിറ്റ് ചെയ്യണമായിരുന്നു. നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, നല്ല ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പുലർച്ചക്കൊക്കെയാണ് ഉറങ്ങിയത്. പക്ഷേ എനിക്ക് അത് ചെയ്യാൻ പറ്റേണ്ട ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലത്തെ ബ്രഷ് സ്റ്റാമ്പ്സ് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ സ്റ്റെപ്സ് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഇതൊക്കെ സ്റ്റാമ്പ്സ് ആണ് കേട്ടോ, ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ച സ്റ്റാമ്പ്സ് ആണിത്. അപ്പോൾ ഇപ്പോൾ കാണിക്കാനാണെങ്കിൽ ഇതാ ഇതുപോലത്തെ കണ്ടോ സ്റ്റാമ്പ്സ്. ഓക്കെ, ഇപ്പോൾ വേറെ നോക്കുകയാണെങ്കിൽ സൈപ്പോസ്. ഓക്കെ, ഇപ്പോൾ ഇതുപോലത്തെ കുറച്ച് സ്റ്റാമ്പ്സ് ഞാൻ എന്താക്കിയിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോ സ്റ്റാമ്പ്സ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം. അതിനായി ഞാൻ ആദ്യം ഇവിടെ ഒരു 3000 x 3000 പിക്സൽസിൻ്റെ ക്യാൻവാസ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ക്യാൻവാസ് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തതാണ്, കാണാത്തവർ അത് കാണുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻവാസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം അതിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച കുറച്ച് പോസസ് അത് ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോസസ് സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്, അത് ആദ്യം പറയാം. ആദ്യം നമ്മൾ പിൻട്രസ്റ്റ് പോവുക, എന്നിട്ട് മാക്സിമം ഇപ്പോൾ ഈ ഒരു പോസാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് വിചാരിക്കുക. ബ്രഷ് സ്റ്റാമ്പ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടണം. ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കിട്ടിയാലേ സ്റ്റാമ്പ്സ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പോസസ് നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. ഈ ഒരു പോസ് എടുക്കുക എന്ന് വിചാരിക്കുക. ഇതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാണാം, നിറയെ വാട്ടർമാർക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ വാട്ടർമാർക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. എങ്ങനെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഒരു സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും ഞാൻ ഇതിൽ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ഇതും കൂടെ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. അല്ലാത്ത പോസസ് വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പോസസ് നോക്കി അല്ലെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പോസസ് നോക്കി ഡൗൺലോഡ് ചെയ്യുന്നതാണ് ബുദ്ധി. എന്നാലും അഥവാ നമുക്കിപ്പോൾ ഈ പോസ് ഇഷ്ടപ്പെട്ടു, ഇതിൽ ചെയ്യണം എന്ന് വിചാരിക്കുക, അങ്ങനെ ആണെങ്കിൽ നമുക്കതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതിൽ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടതെന്നും എങ്ങനെ ഇതൊക്കെ ചെയ്തെടുക്കാം എന്നുള്ളതും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് പോസസ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന്ന് ഒരു പോസ് ഞാൻ എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ചെയ്യാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പോസാണിത്. ഓക്കെ, ഞാൻ ഇത് ആദ്യം പറയാം, സിമ്പിളായിട്ടുള്ളത് ആദ്യം പറയാം, എന്നിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫിറ്റ് ടു ക്യാൻവാസ് സെലക്ട് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ക്യാൻവാസിൽ മൊത്തം വരുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലെയറിൽ പോവുക, മോഡ് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ മോഡിലേക്ക് ആക്കുക. നോർമൽ മോഡിലാണെങ്കിലും ഒരു കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് മൾട്ടിപ്ലൈ മോഡിലേക്ക് ആക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ക്യാൻവാസിനെ കോപ്പി ചെയ്യണം. കോപ്പി ഓൾ, എന്നിട്ട് ബ്രഷ് സ്റ്റാമ്പ്സിൽ പോവുക, ഒരു പുതിയൊരു ബ്രഷ് ക്രിയേറ്റ് ചെയ്യുക. ജസ്റ്റ് ഷേപ്പിൽ പോവുക, ഷേപ്പ് സോഴ്സിൽ പോവുക, ഇമ്പോർട്ട് പേസ്റ്റ്, ജസ്റ്റ് ഒന്ന് 2 ഫിംഗേഴ്സ് വെച്ച് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇൻവേർട്ടായിട്ട് കിട്ടും. ഇൻവേർട്ട് ആവുക എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്തിട്ടാണ് ഒരു ഇമേജ് ഉള്ളതെങ്കിൽ അതിനെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്കുക. എന്നുവെച്ചാൽ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ഔട്ട്ലൈൻ ആയിട്ട് നമുക്ക് ആ ഇമേജിന് കിട്ടണം, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അങ്ങനെ ആക്കി. ഇനി വേറെ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. സ്ട്രോക്ക് പാത്ത് പോയിട്ട് സ്പേസിങ് നന്നായിട്ട് കൂട്ടുക. ആപ്പിൾ പെൻസിലിൽ പോവുക. ഓക്കെ, ഒന്നും ആവരുത്.
ഒപ്പേസിറ്റി 0 ആക്കുക. അതുപോലെ വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്ത് വെച്ചാൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണെങ്കിൽ എല്ലാം അങ്ങനെ 0 ആക്കുക കേട്ടോ. പിന്നെ പ്രോപ്പർട്ടീസിൽ പോവുക, മാക്സിമം സൈസ് നന്നായിട്ട് കൂട്ടുക. ഓക്കെ, അപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിവിടെ പോവുക, ഈ ലെയർ ഹൈഡ് ചെയ്യുക, വേറൊരു ലെയർ എടുക്കുക, ബ്ലാക്ക് ബ്രഷ് എടുക്കുക. ഇതാ നമ്മുടെ ബ്രഷ് സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരയ്ക്കുമ്പോഴെന്തൊക്കെ ഇതിൻ്റെ ഉള്ളിലെല്ലാം വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് ക്രോക്കി വേറെ ഔട്ട്ലൈൻ ചെയ്തെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതുപോലൊരു സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് വാട്ടർമാർക്ക് ഉള്ള അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കളറിൽ ചേഞ്ചസ് ഉള്ള, ഇപ്പോൾ ഗ്രേ ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്ന ഇമേജസ് എങ്ങനെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഒരു സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം ഞാൻ അങ്ങനെ ഒരു പിക്ചർ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് വാട്ടർമാർക്ക് വരുന്ന ഒരു ഇമേജ്, ഈ ഒരു ഇമേജ് അല്ലേ നമ്മൾ അതിൽ വാട്ടർമാർക്ക് ഉണ്ട്. യെസ്, അപ്പോൾ അത് ഞാൻ ഫിറ്റ് ടു ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ക്യാൻവാസിൽ ഫിറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ നിറയെ വാട്ടർമാർക്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. ആദ്യം ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. ഇതിൽ ബാക്ക്ഗ്രൗണ്ട് കളറില്ലേ, അപ്പോൾ അതെങ്ങനെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ലൈൻ ഡ്രോയിങ് മാത്രമായിട്ട് കിട്ടുക എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ഫസ്റ്റ് ഞാൻ ഈ ലെയറിനെ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്യാണ്. ഈ ലെയറിൽ പോവുക, കോപ്പി. ഓക്കെ, ഞാൻ അതിൻ്റെ മേലെ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് ആ ലെയറിലേക്ക് ബ്ലാക്ക് കളറ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക. എന്നിട്ട് ഈ ബ്ലാക്കിനെ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ മാസ്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പം മാസ്ക് ആയിട്ട് വന്നു അല്ലേ. ഈ ലെയർ സെലക്ട് ചെയ്തിട്ട് ആ ലെയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, കോപ്പി ചെയ്ത് വെച്ചത് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ പേസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഇൻവേർട്ട് ചെയ്തു. രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്തു. ഈ ലെയർ നമ്മൾ പോക്കി, ബാക്ക്ഗ്രൗണ്ട് കളർ പോക്കുകയാണെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ, ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് വൈറ്റ് ലൈൻസ് ആയിട്ട്, അല്ല അതിനെ എന്താണ് ബ്ലാക്ക് ലൈൻ ഡ്രോയിങ് മാത്രമായിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഇതിന് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആകുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. ഓക്കെ, ഇതിങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ മൂന്നിനെയും സെപ്പറേറ്റ് ഇമേജസ് ആയിട്ട് വേണം എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ഇതിൽ ഈ ലെയറിൽ പോയിട്ട് അതിനെ സെലക്ട് ചെയ്യണം. അപ്പോൾ ഇതിനെ ഞാൻ ലൈൻ ഡ്രോയിങ് ആക്കി. ഓക്കെ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ലൈൻ ഡ്രോയിങ് മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ വാട്ടർമാർക്ക് കളയുന്ന കാര്യമാണ്. അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു ഈ ഒരു പോസ് മാത്രമായിട്ടാണ് എനിക്ക് വേണ്ടത്. ഞാൻ ഇതിനെ മാത്രം, ഇതൊന്നും ഒറ്റയ്ക്കല്ല നമുക്ക് സ്റ്റാമ്പ് ആക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ ഞാനൊരു ഇതിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്തു. ഓക്കെ, അതിനെ ഞാൻ കോപ്പി ചെയ്തു. എന്നിട്ട് നെക്സ്റ്റ് ലെയറിലെടുത്തിട്ട് അതിനെ ഞാൻ പേസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ലെയർ ഞാൻ എന്താക്കുകയാണ്, ഹൈഡ് ചെയ്യണേ. ഹൈഡ് ചെയ്യുമ്പോൾ കാണാം എൻ്റെ ബാക്കിയുള്ള ഏരിയാസിലുള്ള മൊത്തം എന്ത് പോയിട്ടുണ്ട്, ആ ഒരു വാട്ടർമാർക്ക് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഏരിയയിലുള്ള കുറച്ച് വാട്ടർമാർക്കും കൂടെ പോവാനുണ്ട് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഈ ലെയർ സെലക്ട് ചെയ്തു. ഇതിനെ നമ്മൾ ഇത് മാത്രമായിട്ട് സെലക്ട് ചെയ്യണം. ഫ്രീ ഹാൻഡ് ടൂൾ എടുക്കുക, സെലക്ഷൻ ടൂൾ എടുക്കുക, ഫ്രീ ഹാൻഡ് ടൂൾ എടുക്കുക. എന്നിട്ട് മാക്സിമം അടുപ്പിച്ചിട്ട് നമ്മളിതിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യുക. എന്നിട്ട് വേറൊരു ലെയർ എടുത്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ്.
ഓക്കെ, പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു അടിയിലുള്ള ലെയർ ഡിലീറ്റ്. ഓക്കെ, അപ്പം നമുക്കിതാ ഇതുപോലെ കിട്ടി. എന്നാൽ ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വാട്ടർ മാർക്ക് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അത് ജസ്റ്റ് ഇറേസ് ഇറ്റ്, എടുക്കുക, ഇറേസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കുക. എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ട് ഇത് സെറ്റ് ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ വേണമെങ്കിൽ മൾട്ടിപ്ലൈ മോഡിലേക്ക് ആക്കാം. വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ നോർമൽ മോഡിലാണെന്ന് വിചാരിക്കുക, അതിൽ ആണ് ഉള്ളത് എന്ന് വിചാരിക്കുക. എന്നിട്ട് ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇൻവേർട്ട് വേണ്ട, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പം ഇതിങ്ങനെ ഉണ്ട്. ഈ ഒരു ലെയറിനെ നെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്യാണ് കേട്ടോ. ഒന്നേ നമുക്ക് 3 ഫിംഗേഴ്സ് വെച്ചിട്ട് സ്വൈപ്പ് ഡൗൺ ചെയ്തിട്ട് കോപ്പിയോട് കൊടുത്ത് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ആക്ഷൻസിൽ പോവുക, കോപ്പി ക്യാൻവാസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ബ്രഷിലേക്ക് പോവാം. ഇവിടെ ഞാൻ ഒരു അൺടൈറ്റിൽഡ് ബ്രഷ് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചതാണ് അല്ലേ, റീനെയിം ചെയ്യാൻ വിട്ടതാണ്. അപ്പം നമ്മൾ തന്നെ ആ സംഭവത്തിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൽ പോവുക. എന്നിട്ട് ഷേപ്പ് എടുക്കുക, ഷേപ്പ് സോഴ്സ് എടുക്കുക, ഇമ്പോർട്ടിൽ പേസ്റ്റ്. നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓൾറെഡി ഇൻവേർട്ടഡ്, അതാണ് ഞാൻ ഇൻവേർട്ട് ചെയ്തപ്പം ഒന്നും വരാതിരുന്നത്. അപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ സ്റ്റാമ്പ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം എന്താ സംഭവിച്ചത്? നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളറും പോയി കിട്ടി, അതുപോലെ തന്നെ അതിലുള്ള വാട്ടർ മാർക്സ് നമുക്ക് റിമൂവ് ആയി കിട്ടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോക്കി ബ്രഷ് സ്റ്റാമ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റാമ്പ്സ് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് രീതിയിലുള്ള ഇതും നമ്മൾ ചെയ്ത് വെച്ചാൽ പിന്നെ അങ്ങനെ ഓരോ പ്രൊജക്ട്സോ അല്ലെങ്കിൽ വർക്കൊക്കെ വരുമ്പോൾ എളുപ്പമാണ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ എഡിറ്റിംഗ് വർക്ക്സ് എല്ലാം ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ ഒരു ഗാർമെൻറ്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഗാർമെൻ്റ് ഔട്ട്ലൈൻ ആദ്യം വരച്ചിട്ട് ബാക്കിയുള്ള ഏരിയാസ് മാത്രം നമുക്ക് ക്രോക്കി കളർ ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് ഔട്ട്ലൈൻ കിട്ടി, ഇതിൻ്റെ മേലെ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാൻഡ്സ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്റ്റാമ്പ്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ക്രോക്കി സ്റ്റാമ്പ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമാണ് കേട്ടോ. അത് എപ്പോഴാണ് മനസ്സിലാവുകയെന്ന് വെച്ചാൽ ഇതുപോലെ എനിക്കിപ്പോൾ കിട്ടിയതുപോലത്തെ ടാസ്ക് കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇത്ര മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്രയും ഒരുപാട് ഡിസൈൻസ് സബ്മിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അപ്പോഴാണ് ഇതൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മാക്സിമം ഈ ഫ്രണ്ട് ആൻഡ് ബാക്ക് പോസ് അത് രണ്ടും ഒരേ ക്രോക്കിയുടെ തന്നെ ഫ്രണ്ട് വ്യൂ ബാക്ക് വ്യൂ ആയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും. ഓക്കെ, സൈഡ് വ്യൂസും കൂടെ വെക്കുക, അതുപോലെ ഇതന്നെ മെയിൽ ക്രോക്കീസും എടുത്ത് വെക്കുക. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് എൻ്റെ വീഡിയോസ് മൊത്തം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിലേക്ക് ആയിരിക്കും. ഇതുവരെ ഉള്ളതെല്ലാം ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വീഡിയോസും സത്യം പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ പ്രൊക്രിയേറ്റ് എന്താണെന്നുള്ളതും പ്രൊക്രിയേറ്റിലെ ഏകദേശം എല്ലാ ടൂൾസും നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതുവരെയുള്ള എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ. ഇനി അങ്ങോട്ടേക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇറക്കുന്നതായിരിക്കും. അത് ഞാൻ വേറെ എവിടെയും പോസ്റ്റ് ചെയ്യാതെ എൻ്റെ ചാനലിൽ മാത്രമായിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതലും എനിക്കിപ്പോൾ ഏതെങ്കിലും റിയൽ ടൈം പ്രൊജക്റ്റൊക്കെ കിട്ടുകയാണെങ്കിൽ ആ പ്രൊജക്റ്റിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ എനിക്കത് പ്രൊജക്റ്റ് അങ്ങനെ തന്നെ ഇടാൻ പറ്റില്ല, കാരണം പലതും പേയ്മെൻ്റ് ഒക്കെ ഉള്ള, അപ്പോൾ
പലതും അവർക്ക് ഞാൻ എൻ്റെ ഡിസൈൻസ് കൊടുക്കുകയാണല്ലേ, ആ ഡിസൈൻസ് ഒരിക്കലും എനിക്ക് പുറത്ത് കാണിക്കാൻ പറ്റൂല അല്ലേ. പക്ഷേ ഇപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങളുണ്ടാവും. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത്, എന്തൊക്കെ പ്രിപ്പറേഷൻ ചെയ്തു, അതുപോലെ എങ്ങനെ ഈ പ്രൊജക്ട്സൊക്കെ കിട്ടുക, അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഞാൻ ഇനി അങ്ങോട്ടേക്കുള്ള എൻ്റെ വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്കും ഷെയറൊക്കെ പോരട്ടെ. എന്നാൽ മാത്രമല്ല എനിക്ക് കുറച്ചും കൂടെ ഒരു എനർജി കിട്ടുള്ളൂ. ഇതൊക്കെ പറയാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വേണമല്ലോ ഇതൊക്കെ ഓരോ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിപ്പോൾ ഇതന്നെ ഈ ഒരു ഞാൻ സ്റ്റാമ്പ് ചെയ്തില്ലേ, ഈ സ്റ്റാമ്പ് തന്നെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു എളുപ്പവഴിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പം ഇംഗ്ലീഷ് വീഡിയോസ് ഒരുപാടുണ്ട് പ്രൊക്രിയേറ്റിനെ ബേസ് ചെയ്തിട്ട്. മലയാളം വീഡിയോസ് കുറവാണ്, ഹിന്ദിയിലും കാണുന്നുണ്ട്. അപ്പോൾ ഞാനും കൂടെ ഇംഗ്ലീഷിൽ ഇത് പറയുകയാണെങ്കിൽ എന്താ അതിൻ്റെ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് മലയാളികൾക്കും വേണ്ടേ ഇങ്ങനത്തെ അറിവുകളൊക്കെ. ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല അടിപൊളി സ്കിൽ തന്നെയാണ്. ഒന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു ജസ്റ്റ് ഒരു മണിക്കൂർ മാറ്റി വെക്കുകയാണെങ്കിൽ ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ പഠിക്കുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് ഫുൾ പവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ ബൈ.